ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. പുഴയിൽ താഴ്ന്ന വിദ്യാർത്ഥിയെ മുങ്ങിയെടുത്ത പഴയന്നൂർ ചീരക്കുഴി സ്വദേശി പ്രദീപിന് ആദരവ് നൽകി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഗായത്രി പുഴയിൽ പഴയന്നൂർ ചീരക്കുഴി റെഗുലേറ്ററിന് താഴെയായി വേനലവധി ആഘോഷിക്കുവാനെത്തിയ 12 വയസ്സുകാരനായ പാലക്കാട് സ്വദേശി വിശ്വജിത്ത് ഒഴുക്കിൽപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരിൽ പ്രദീപുമുണ്ടായിരുന്നു. പുഴയിൽ താഴ്ന്ന വിശ്വജിത്തിനെ പ്രദീപ് മുങ്ങി പുറത്തെടുത്തു. തുടർന്ന് വിശ്വജിത്തിനെ തൊട്ടടുത്തുള്ള പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. എങ്കിലും ധീരമായ പ്രവൃത്തി സാഹസികമായി നിർവഹിച്ചതിനാണ് പ്രദീപിനെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മുരളീധരന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ആദരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് ആദരിക്കൽ ചടങ്ങ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മുരളീധരൻ സംസാരിച്ചു. ചീരക്കുഴി ഗായത്രി പുഴയിൽ ഇന്നലെ 3 കുട്ടികളെ കുളിക്കാനിറങ്ങി. 2 പേര് രക്ഷപ്പെട്ടു. 3ാമത്തെ ആളെ കാണാതെ എല്ലാവരും കഴിയാവുന്നത്ര ആളുകൾ ഇറങ്ങി അവിടെ കുട്ടിയെ കരയി. അതിൽ നിന്ന് പ്രദീപ് എന്ന 1ാം വാർഡിലെ സുകുമാരൻ്റെ മകൻ പ്രദീപാണ് ഈ കുട്ടിയെ കണ്ടെത്തി അവിടുന്ന് കരയ്ക്ക് എത്തിച്ചത്. ഞാൻ ധീരമായ പ്രവൃത്തി ചെയ്ത ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആണ് ബുദ്ധിമുട്ടിയതെങ്കിലും ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രദീപിനെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. CCV ന്യൂസ് പഴയന്നൂർ.